ഇന്ദു, നീ റേഷൻ കടയിൽ പോയായിരുന്നോ? ഈ മാസത്തെ റേഷൻ വന്നെന്ന് കേട്ടു. ഞാൻ ഇന്നലെ പോയി ശാന്തേച്ചി. ഇന്നിനി ഒന്നിനും സമയം കിട്ടില്ലല്ലോ. മണ്ണെണ്ണയും ഗോതമ്പുമേ ഉള്ളൂ, വേറൊന്നും കിട്ടിയില്ല. പിന്നെ കുറേ നാളായി മണ്ണെണ്ണ കിട്ടിയിട്ട്, അതാ ഞാൻ പോയി വാങ്ങിയേ. ഹോട്ടലിൽ ചായ അടിച്ചു നിൽക്കെ പുറത്തെ സംസാരം കേട്ടിട്ടാണ് സഹദേവൻ തല പുറത്തേക്കിട്ടത്. പുറത്ത് ഇന്ദുവിനെ കണ്ട അയാളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. എന്താ ഇന്ദു പതിവില്ലാതെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണോ? എന്തെങ്കിലും വിശേഷമുണ്ടോ ഇന്ന്? ആ ചോദ്യം കേട്ട് നിന്നു അവൾ. ആഹാ, ചേട്ടൻ മറന്നോ? ഇന്നല്ലേ മോളുടെ കേസ് വിധി വരുന്ന ദിവസം. ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് നേരെ കോടതിയിലേക്ക് പോകണം. ആ മറുപടി കേട്ട സഹദേവന്റെ മുഖം വാടി. ശരിയാണല്ലോ, ഞാനത് മറന്നു. അയാളുടെ വാക്കുകളിൽ നോവോ പടർന്നിരുന്നു. ചേട്ടൻ കോടതിയിലേക്ക് വരില്ലേ? എന്ത് തിരക്കുണ്ടേലും അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് വന്നേ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ്. അറിയാലോ, നിങ്ങളെയൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇന്ദുവിനെ അത്രയും ഉന്മേഷത്തോടെ കാണുന്നത്, അതും ഈ ദിവസം. എന്നാൽ അത് കണ്ട് ഹോട്ടലിലിരുന്ന എല്ലാവരും മറുപടിയില്ലാതെ പരസ്പരം മുഖാമുഖം നോക്കിപ്പോയി. ശരി ചേട്ടാ, ഞാൻ തൊഴുതു വരാം. അത്രയും പറഞ്ഞ് അവൾ നടന്നകലുമ്പോൾ ഏറെ നിരാശ തോന്നി സഹദേവന്. പാവം, അവൾക്കും അറിയാം കേസ് തോക്കുമെന്ന്. എന്നിട്ടും അത്ര പറയുവാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഇനി മാനസികമായി എന്തെങ്കിലും പ്രശ്നമായി കാണുമോ? ഇന്നിപ്പോൾ ആകെ സന്തോഷത്തിലാണല്ലോ ആള്. ഹോട്ടലിൽ ചായ കുടിച്ചിരിക്കുന്ന ആളുടെ വാക്കുകൾ കേൾക്കെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളിൽ ആ സംശയം തോന്നാതിരുന്നില്ല. ആരാ ഇത്? എന്തിൻ്റെ കേസിൻ്റെ കാര്യമാ അവർ പറഞ്ഞിട്ട് പോയേ? കടയിലിരുന്ന അപരിചിതനായ ആളുടെ ചോദ്യം കേട്ട് അയാൾക്ക് അഭിമുഖമായി തിരിഞ്ഞു സഹദേവൻ. പത്രത്തിലും വാർത്തയിലുമൊക്കെ കാണാറില്ലേ ഒരു ദീപിക വധക്കേസ്? ആ മരിച്ച കുട്ടിയുടെ അമ്മയാണിത്, ഇന്ദു. അത്രയും കേൾക്കെ തന്നെ അയാൾക്ക് വേഗത്തിൽ ആളെ മനസ്സിലായിരുന്നു. അതാ ബാലചന്ദ്രന്റെ മോനല്ലേ പ്രതി, ഒരു വരുൺ. ആ ബാർ ഓണറുടെ. അവര് കാശിറക്കി കേസ് തിരിച്ചെന്നല്ലേ കേൾക്കുന്നേ? ഉവ്, അതായിപ്പോ ഞങ്ങളും പറഞ്ഞേ. ആ കൊച്ചിൻ്റെ കോളേജിലായിരുന്നു ഈ ചെറുക്കൻ. മയക്കുമരുന്ന് വലിച്ചു കയറ്റി നടക്കുന്ന പക്ക ഫ്രോഡ്. ഈ കൊച്ചിനതറിയില്ലായിരുന്നു. പ്രേമം എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നപ്പോൾ അവൾ വിശ്വസിച്ചു പോയി. ഒടുക്കം ഇവിടെ കറങ്ങാനാണെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ലഹരി കൊടുത്ത് മയക്കി നശിപ്പിച്ച് ആവോളം ആസ്വദിച്ചു. എന്നിട്ട് ഭ്രാന്ത് കയറി കൊന്നു കളഞ്ഞു. ബോഡി രാത്രി കോളേജിന് പിന്നിലെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. കോളേജിൽ നിന്ന് അവളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയതിന് ദൃക്സാക്ഷി വരെ ഉണ്ടായിരുന്നു. എല്ലാവരെയും പണം കൊടുത്ത് ഒതുക്കി. ഒരു ദിവസം മുഴുവൻ ഇവൻ ആ കൊച്ചിനെ. ഇപ്പോൾ ദേ അത് അപകടം മരണമാക്കി. എന്തുവരും അറിയാം കേസിന് തോൽക്കുമെന്ന്. എന്നിട്ടും പ്രതീക്ഷയോടെ പോകുവാണ് കോടതിയിൽ. കടയിലിരുന്ന മറ്റൊരാളുടെ മറുപടി കേട്ടിരുന്ന എല്ലാവരെയും ഒരുപോലെ വിഷമത്തിലാക്കി. കാശുള്ളവന് ഈ കാലത്ത് എന്തും വിലയ്ക്ക് വാങ്ങാം. അന്നേ ദിവസം ഈ പയ്യൻ ഇവിടെങ്ങും ഇല്ലായിരുന്നുവെന്നും ഇടുക്കിയിലോ മറ്റോ ആയിരുന്നെന്നൊക്കെയുള്ള തെളിവ് വരെ ഉണ്ടാക്കി കളഞ്ഞു അവർ. പിന്നെ കാളൂർ വക്കീലല്ലേ വാദം, അപ്പോൾ പിന്നെ പേടിക്കാനില്ലല്ലോ. അരിശത്തോടെ വീണ്ടും തൻ്റെ ജോലി തുടർന്നു സഹദേവൻ. ഒറ്റ മോളായിരുന്നു. പാവം, ഇന്ദുവിൻ്റെ കാര്യ കഷ്ടം. കെട്ടിയവൻ പണ്ടേ മരിച്ചു. ഇപ്പോഴത്തെ മോളും. അയാൾ പിറുപിറുക്കുന്നത് മൗനമായി കേട്ടിരുന്നു എല്ലാവരും. ഈ പയ്യനെതിരെ വേറെയും പരാതികളുണ്ട്. നടു റോഡിൽ ഒരു പെങ്കൊച്ചിൻ്റെ ഉടുതുണി വലിച്ചു കീറിയിട്ടുണ്ട് ഇവൻ. എന്നിട്ടും ആ കേസും തേഞ്ഞു മാഞ്ഞുപോയി. കലികാലം, അല്ലാണ്ട് എന്ത് പറയാൻ. ദീപിക കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അന്നത്തെ പ്രഭാതം മുഴുകി. കേസ് വിവാദമായതിനാൽ തന്നെ കോടതിയിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. പ്രതിഭാഗത്തിൻ്റെ വാദത്തിന് മുന്നിൽ വാദിഭാഗം മുന്നേ തന്നെ മുട്ടുകുത്തിയിരുന്നു. ഒടുവിൽ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട വരുൺ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു. മാത്രമല്ല, ദീപിക ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നെന്നും ആ ലഹരിയിൽ നടക്കവേ കിണറ്റിലേക്ക് വീണുപോയതാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവിക മരണമാണെന്നും കോടതി വിലയിരുത്തി. വിധി പറഞ്ഞ ജഡ്ജിക്ക് പോലും അറിയാം അതൊരു കൊലപാതകമായിരുന്നു എന്നത്. എന്നാൽ തെളിവുകളൊന്നുമില്ലാതെ അദ്ദേഹവും നിസ്സഹായനായിരുന്നു. ആ വിധി കേൾക്കുമ്പോൾ ഇന്ദുവിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അവളെ ശ്രദ്ധിച്ചൊപ്പം തന്നെ ഉണ്ടായിരുന്നു സഹദേവനും മറ്റു ചില നാട്ടുകാരും. അല്പസമയം മൗനമായിരുന്ന ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അവൾ. ഇന്ദു, എവിടേക്ക് പോകുവാ നീ? നിൽക്ക്. പിന്നാലെ ചെന്ന സഹദേവന് അവൾക്കൊപ്പം എത്തിപ്പെടാൻ പറ്റിയില്ല. വളരെ വേഗത്തിൽ തന്നെ തിരക്കുകൾക്കിടയിലൂടെ ഇന്ദു അകലത്തേക്ക് പോയിരുന്നു. ഇത് എവിടേക്കുള്ള പോക്കാണ് ഭഗവാനെ? നിസ്സഹായനായി നോക്കി നിന്നുപോയി അയാൾ. ആ സമയം പുറത്ത് മീഡിയക്കാർ നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ നീണ്ടുനിന്ന വിവാദങ്ങൾക്ക് വിരാമം. ദീപിക വധക്കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട വരുൺ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചു. മാത്രമല്ല, ഡ്രഗ് അഡിക്റ്റ് ആയിരുന്ന ദീപികയുടേത് അപകട മരണമായിരുന്നുവെന്നും തെളിയിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദീപിക മരണസമയത്തും ഡ്രഗ് ഉപയോഗിച്ചിരുന്നു എന്ന കണ്ടെത്തലാണ് നിർണായകമായത്.
നമ്മുടെ ക്യാമ്പസുകൾ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നുവോ? വലിയൊരു വിപത്തിലേക്കാണ് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു മീഡിയക്കാർ. അപ്പോഴേക്കും ബാലചന്ദ്രനും വരുണും കാളൂർ വക്കീലിനൊപ്പം കോടതിക്ക് പുറത്തേക്ക് വന്നു. അവരെ കണ്ടപാടെ മീഡിയ പ്രവർത്തകർ വളഞ്ഞു. വരുൺ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ എന്ത് തോന്നുന്നു? ചോദ്യങ്ങൾ പലതായി ഉയർന്നു. എന്റെ നിരപരാധിത്വം തെളിഞ്ഞു, അത്ര തന്നെ. ഡ്രഗ്സ് അടിച്ച് ബോധമില്ലാതെ ഒരുത്തി കിണറ്റിൽ വീണ് മരിച്ചപ്പോൾ മനഃപൂർവ്വം എന്നെ കുരുക്കാൻ നോക്കിയവർക്കുള്ള തിരിച്ചടിയായി ഈ വിധി ഞാൻ കാണുന്നു. വളരെ സന്തോഷത്തോടെയാണ് അവൻ മറുപടി പറഞ്ഞത്. അങ്ങനെ ആരായിരിക്കും നിങ്ങളെ കുരുക്കാൻ നോക്കിയത് വരുൺ? മരിച്ച പെൺകുട്ടിയുടെ അമ്മ വളരെ ശക്തമായ ആരോപണമാണ് നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ നിങ്ങൾ പെടാനുണ്ടായ കാരണവും അവരായിരുന്നു. ഇപ്പോൾ അവർക്കായി എന്ത് മറുപടിയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിനു മുന്നിൽ ആദ്യമൊന്ന് പുഞ്ചിരിച്ചു വരുൺ. നോക്കൂ, ഒന്നുകിൽ അവർ എൻ്റെ അച്ഛൻ്റെ കാശ് കണ്ടിട്ടാകാം എനിക്കെതിരെ തിരിഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ സമനില തെറ്റിക്കാണും. അല്ലാതെന്ത് പറയാൻ? ശരിയാണ്, ഈ കുട്ടി എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്, പ്രേമമാണെന്ന് പറഞ്ഞിട്ട്. ഞാനത് കാര്യമാക്കിയിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ്റെ സാമ്പത്തിക ശേഷി കണ്ടിട്ട് അവർ തന്നെയാകാം മോളെ അങ്ങനെ എൻ്റെ പിന്നാലെ വിട്ടത്. എന്നിട്ടിപ്പോൾ അവൾ മരണപ്പെട്ടപ്പോൾ അതൊരു കൊലപാതകമാക്കി എൻ്റെ മേൽ കെട്ടിവെച്ച് ആ വഴിക്ക് കാശുണ്ടാക്കാനും ശ്രമിച്ചു കാണും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അത്രയും പറഞ്ഞുകൊണ്ടവർ പതിയെ മുന്നിലേക്ക് നടന്നു. കാറിനരികിലേക്ക് നടക്കുമ്പോൾ പല്ലിറുമി എല്ലാം കേട്ടു നിന്നു സഹദേവനും കൂടെയുള്ളവരും. നിയമത്തെ വിലക്കി വാങ്ങിയിട്ട് അവൻ്റെയൊക്കെ പ്രസംഗം നോക്കിയേ. കേട്ടുനിന്ന് പലർക്കും കലി കയറുന്നുണ്ടായിരുന്നു. കാറിനരികിലെത്തി കയറുവാൻ തുനിയവെയാണ് കുറച്ചപ്പുറം മാറി നിന്നിരുന്ന ഇന്ദുവിനെ ബാലചന്ദ്രൻ കണ്ടത്. മോനെ, ലവള് ദേ നിൽക്കുന്നു. നൈസിന് ചെന്നിട്ട് 2 ഡയലോഗ് വിട്ടേക്ക്. കേട്ടാൽ ഇനിയും ഇമ്മാതിരി ചതിപരിപാടികൾ ചെയ്ത് നിരപരാധികളെ കുടുക്കാൻ നോക്കരുത് എന്ന അർത്ഥത്തിൽ ആയിരിക്കണം സംസാരം. മീഡിയസൊക്കെ ഉള്ളതല്ലേ, നിനക്ക് നല്ലൊരു ഇമേജ് കിട്ടും. ഉടക്കാനൊന്നും നിൽക്കരുത്. സംസാരം മാന്യമായിട്ടായിരിക്കണം. അച്ഛൻ പറഞ്ഞ ആ ഐഡിയ വരുണിനും ബോധിച്ചു. അത് കലക്കി അച്ഛാ, ഇപ്പം തന്നെ ചെയ്തേക്കാം. എനിക്കെതിരെ കുറെ തൊള്ള കയറിയതല്ലേ ഇവർ. നൈസിനൊരു പണി കൊടുത്തേക്കണം. ഒന്ന് പല്ലിറുമി മീഡിയാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കി ആവേശത്തോടെ ഇന്ദുവിനരികിലേക്ക് നടന്നു വരുൺ. ദേ നോക്കി, ആ കുട്ടിയുടെ അമ്മയും വരണം. അവിടേക്ക് പോകാം, കാര്യമായി എന്തെങ്കിലും കിട്ടും. ബാലചന്ദ്രന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. ഒരു എക്സ്ക്ലൂസീവിനായി മീഡിയാസ് വരുണിന് പിന്നാലെ പാഞ്ഞു. എന്നേക്കാൾ കാഞ്ഞ ബുദ്ധിയാണല്ലോടോ തനിക്ക്. കാളൂരിന്റെ പുകഴ്ത്തൽ ബാലചന്ദ്രന് നന്നായി ബോധിച്ചു. ആ സമയം ഇന്ദുവിന് മുന്നിലെത്തി വരുൺ. എൻ്റെ പൊന്നാൻറ്റി, നിങ്ങളുടെ മോള് എൻ്റെ പിന്നാലെ പ്രേമമെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് കുറേ. പക്ഷെ ഒരു തരത്തിലുള്ള അടുപ്പവും ഞാൻ കാട്ടിയിട്ടില്ല. എന്നിട്ടും അവൾ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞ് പ്രശ്നമാക്കിയതെന്ന് അറിയില്ല. കാശിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ അത് നേരിട്ട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ എൻ്റെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ കളിച്ചത്. അതിന് ദൈവം ചോദിക്കും, അത്രേ പറയാനുള്ളൂ. നല്ലവനായി അവൻ അഭിനയിച്ച് തകർക്കുമ്പോൾ മൗനമായി അത് നോക്കി നിന്ന ശേഷം പതിയെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ചുറ്റും നിന്ന മീഡിയാസ് പ്രവർത്തകരിൽ ഒരാൾക്ക് നേരെ നീട്ടിയെന്തു. എൻ്റെ മോൾ ഉപയോഗിച്ചിരുന്ന ഫോണാണിത്. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവനും എൻ്റെ മോളും തമ്മിൽ പരിചയമുണ്ടായിരുന്നോ? ഇവനിപ്പോൾ ഈ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊക്കെ. കേട്ടപാടെ അത് കയ്യിലേക്ക് വാങ്ങി ആ മീഡിയ പ്രവർത്തകൻ. എന്നാൽ ആ നിമിഷം വരുണൊന്ന് പതറിയിരുന്നു. ഈ ഫോണ് മണ്ണെണ്ണയുടെ നല്ല സ്മെല്ലുണ്ടല്ലോ ചേച്ചി, ഇത് എവിടെ നിർത്തിട്ട് വരുവാ? ഫോൺ വാങ്ങിയ കൈ മണപ്പിച്ചുകൊണ്ട് ആ മീഡിയ പ്രവർത്തകൻ ചോദിക്കവേ മറ്റുള്ളവരും അത് ശ്രദ്ധിച്ചു. ശരിയാണ്, ഇവിടമാകെ മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ട്. അത് കേട്ടിട്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദു. ശേഷം വരുണിന് നേരെ നോക്കി. മോനെ, എൻ്റെ കൊച്ചിനെ നീ കൊന്നു കളഞ്ഞതാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ദേ, ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ നിന്റെ അച്ഛൻ്റെ അത്ര സ്വാധീനം എനിക്കില്ലാതെ പോയി. അതുണ്ടായിരുന്നേൽ നീ ഇപ്പോൾ അകത്ത് പോയേനെ. പിന്നെ വേറൊരു കാര്യം എനിക്കുണ്ട്, മനക്കട്ടി, ധൈര്യം. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവൻ ഈ ഭൂമിയിൽ ഇനി വേണ്ട. അത്രയും പറഞ്ഞ് പിന്നിലേക്ക് വച്ചിരുന്ന വലത് കൈ പതിയെ മുന്നിലേക്ക് കൊണ്ടുവന്നു അവൾ. കൈപ്പത്തി നിവർത്തവേ ഒരു ലൈറ്റർ ആയിരുന്നു. ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്ന വരുൺ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആകെ നനഞ്ഞു നിൽക്കുകയായിരുന്നു ഇന്ദു. അല്പം മുന്നേ മീഡിയ പ്രവർത്തകൻ ഇന്ദുവിനോട് ചോദിച്ച ആ ചോദ്യം ഒരിക്കൽ കൂടി ഓർത്തു അവൻ. മണ്ണെണ്ണ. അവൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിക്കുമ്പോൾ ഇന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു, ഒരു കൊലച്ചിരി. ഞാനെൻ്റെ കൊച്ചിനൊപ്പം പോകുക, പക്ഷെ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അതങ്ങ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് വരുണിൻ്റെ ദേഹത്തേക്ക് എടുത്ത് ചാടി. ആർക്കും ഒന്നും മനസ്സിലായില്ല. തടുക്കുവാനുള്ള സമയവും കിട്ടിയില്ല. വരുണിനെ ഇരു കൈയാൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ ലൈറ്റർ കത്തിച്ചു ഇന്ദു. അയ്യോ, ഓടിക്കോ! അടുത്തു നിന്നിരുന്ന മീഡിയ പ്രവർത്തകർ അപകടം മനസ്സിലാക്കി പിന്നിലേക്ക് ഓടി. ബാലചന്ദ്രന് ഒന്നും ചെയ്യുവാൻ പറ്റിയില്ല. പിടിയിലകപ്പെട്ട വരുണിനും ആ പിടി വിടുവിക്കാൻ കഴിഞ്ഞില്ല.
ശരീരം മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചിരുന്നതിനാൽ വേഗത്തിൽ ഇന്ദുവിൻ്റെ ദേഹത്ത് തീ ആളിപ്പടർന്നു. അവളിൽ നിന്നും വരുണിലേക്കും. അവൻ അലറി വിളിക്കവേ ചുറ്റും നിന്നവർ അന്താളിച്ചു നിന്നും പോയി. നിമിഷങ്ങൾക്കകം രണ്ടുപേരെയും തീ വിഴുങ്ങി. മോനെ! ഓടിവന്ന ബാലചന്ദ്രനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചു നിർത്തി. ദൈവമേ, ഇന്ദു! സഹദേവനും കൂട്ടാളികളും പാഞ്ഞെത്തിയിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരും നോക്കി നിൽക്കെ ഇന്ദുവും വരുണും ഒരുപോലെ നിന്നു കത്തി. പോലീസിനെ വിളിക്ക്, വെള്ളം കൊണ്ടുവാ ആരേലും. തീ അണയ്ക്കുവാൻ പലരും പല പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം വിഫലമായി. ഓടിയെത്തിയ പോലീസും നിഷ്ക്രിയരായിപ്പോയി. ഒടുവിൽ എല്ലാവരും നോക്കി നിൽക്കെ തൻ്റെ തന്നെ ജീവൻ കൊടുത്തുകൊണ്ട് മകൾക്കായുള്ള നീതി നടപ്പിലാക്കിയ ഇന്ദു ആരൊക്കെയോ ചേർന്ന് വളരെ നേരത്തെ ശ്രമഫലമായി തീ അണച്ചപ്പോഴേക്കും രണ്ടുപേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. അടർത്തിയെടുക്കുവാൻ പോലും കഴിയാത്ത വിധം ആ ബോഡികൾ തമ്മിൽ ചേർന്ന് പോയിരുന്നു. എൻ്റെ മോനെ! അലറിക്കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നിലത്തേക്ക് വീണുപോയി. സഹദേവനും കൂട്ടാളികളും ആ നടുക്കത്തിൽ അന്താളിച്ചങ്ങനെ നിന്നു. ഒടുവിൽ മകൾക്കായി അമ്മ നീതി നടപ്പിലാക്കി. ആദ്യത്തെ നടുക്കം വിട്ടകലവേ ഏതോ ഒരു മാധ്യമപ്രവർത്തക നിറമിഴികളോടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെയൊന്നും മനസ്സിൽ കരുതിയിട്ടാണോ മോളെ ഇന്നത്തെ ദിവസം ഏറെ സന്തോഷവതിയായിരുന്നത് നീ? സഹദേവന്റെ ഉള്ളം മുങ്ങി. വല്ലാത്ത സംഭവമായി പോയി. കണ്ടുനിന്നവർ ആരുടെയും നടുക്കം വിട്ടുമാറിയിരുന്നില്ല. കൺമുന്നിൽ സംഭവിച്ചത് വിശ്വസിക്കാൻ കഴിയാതെ അവർ മിഴിച്ചു നിന്നു. അങ്ങനെ ഒടുവിൽ മകൾക്കായുള്ള നീതി സ്വയം നടപ്പിലാക്കി ഏകാന്തതയുടെ ലോകത്തു നിന്നും മകൾക്കും ഭർത്താവിനും അരികിലേക്ക് ഇന്ദുവും യാത്രയായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.